ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പരിശീലനവും വികസനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ട്രെയിനിങ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽസ് ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കിൽസും നോളജും എല്ലാം, അതുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസും നോളജും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് അഥവാ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രെയിനിങ്ങിലൂടെ നടക്കുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്കിൽസും അതുവഴി നമുക്ക് ലഭിക്കേണ്ട നോളജും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുക. ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ്, പഠിക്കാനും നമ്മളുടെ പേഴ്സണാലിറ്റി ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോളജും സ്കിൽസും എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ് ട്രെയിനിങ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓവറോൾ ഗ്രോത്തിനെ ലക്ഷ്യം വെക്കുന്നതാണ് ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് പോയിന്റ്, ട്രെയിനിങ് ഇൻക്രീസസ് ജോബ് സ്കിൽസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഷേപ്സ് ആറ്റിറ്റ്യൂഡ്. ഇപ്പം ട്രെയിനിങ്ങിലൂടെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി, ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുവാണ് ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ട്രെയിനിങ് എന്താണ് ചെയ്യുന്നത്, ഒരു ജോലി എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പം ആ ജോബിന് വേണ്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്യുവാണ്, അഥവാ ആ ജോബിന് വേണ്ട സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ട്രെയിനിങ്ങിൽ നടക്കുക. എന്നാൽ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ ഓവറോൾ പേഴ്സണാലിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ആൻഡ് ഓവറോൾ ഗ്രോത്ത് ആണ് ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ആയിട്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ, നമ്മുടെ മനോഭാവത്തെയും നമ്മുടെ കാഴ്ചപ്പാടിനെയൊക്കെ ഷേപ്പ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെ, നമ്മളുടെ സമഗ്രമായ വികസനത്തെയാണ് ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്യുകയാണ് ഡെവലപ്മെൻറ്റിൽ ചെയ്യുക. തേർഡ് പോയിന്റ്, training is to enable the employees to do the job better and development is to enable the overall growth of the employee. അപ്പം ട്രെയിനിങ്ങിലൂടെ തൊഴിലാളികളുടെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് ആ ജോലി, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ആ ജോലി നിർവഹിക്കാൻ സാധിക്കുക എന്ന് തൊഴിലാളികളെ പഠിപ്പിക്കുന്നതാണ് ട്രെയിനിങ്ങിൽ പറയുക. എന്ന് വെച്ചാൽ തൊഴിലാളികളിൽ ആ വർക്ക് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ആ വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ട്രെയിനിങ്ങിൽ ചെയ്യുക. അപ്പോൾ തൊഴിലാളികളുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനാണ് ട്രെയിനിങ് ലക്ഷ്യമാക്കുന്നത്. പക്ഷേ ഡെവലപ്മെൻറ്റ് ആവട്ടെ ഒരു ജീവനക്കാരൻ്റെ ശേഷിയും കഴിവുകളും ഒക്കെ വർദ്ധിപ്പിച്ച് അവരുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അഥവാ ഓവറോൾ ഗ്രോത്തിനെയാണ് ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് നമ്മൾ കണ്ടിരുന്നു. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജോബ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റേജസ് ഒക്കെ കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ട്രെയിനിങ്ങിലൂടെ ചെയ്യുക. അപ്പം അതിലൂടെ ജോബ് സ്കിൽസ്, ഹലോ ഞാൻ പറയുന്നത് കേൾക്കാവോ? ഓക്കെ. അപ്പം ട്രെയിനിങ്ങിലൂടെ നമ്മളെ ജോബ് സ്കിൽസ് ആണ് നമ്മൾ എക്വിപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ജോലി ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണുന്നത് വഴി നമുക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയാണ് ട്രെയിനിങ്ങിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു തൊഴിലാളിക്ക് എങ്ങനെയാണ് ആ വർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്ന് ട്രെയിനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഡെവലപ്മെൻറ്റിലാകട്ടെ നമ്മളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് അഥവാ ഓവറോൾ ഗ്രോത്ത് ആണ് ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനെയാണ് ഡെവലപ്മെൻറ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ട്രെയിനിങ് ഹാസ് എ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് whereas development has a long term perspective. എന്ന് വെച്ചാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഷോർട്ട് ടേം പ്രോസസ്സാണ്. കാരണം ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ട്രെയിനിങ്. അപ്പോൾ അതൊരു ഷോർട്ട് ടേം പ്രോസസ്സാണ്. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ളതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്കുള്ളതാണ് ട്രെയിനിങ് എന്ന് പറയുക. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അത് നമ്മുടെ സേവനകാലം മുഴുവൻ, എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ കാലം മുഴുവൻ നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ബെറ്ററായിട്ട് എങ്ങനെ ചെയ്യാം, നമ്മളുടെ കരിയറിനെയാണ്
ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമ്മളെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്മെൻറ്റിലൂടെ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. അതാണ് 4th പോയിന്റ് പറയുക. ട്രെയിനിങ് ഒരു ഷോർട്ട് ടേം പ്രോസസ്സാണ്. ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എക്യുപ്ഡ് ആക്കിയാണ്, അഥവാ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കേപ്പബിൾ ആക്കിയാണ് ട്രെയിനിങ്ങിലൂടെ. പക്ഷെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. നമ്മളുടെ കരിയർ ഡെവലപ്മെൻറ്റും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമാണ് അതിൽ വരിക. 5th point, training is a job oriented process whereas development is a career oriented process. അപ്പോൾ ട്രെയിനിങ്ങിൽ മെയിൻലി പരിശീലനമൊക്കെ നൽകുന്നത് ഒരു ജോലി സംബന്ധമായിട്ടുള്ള പരിശീലനങ്ങളാണ് നൽകുന്നത്. എന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്യാൻ വേണ്ട എന്തൊക്കെയാണോ ട്രെയിനിങ് നൽകേണ്ടത് അതായിരിക്കും ട്രെയിനിങ്ങിൽ ബേസിക്കലി നൽകുക. ആ ജോലി, ആ പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ എന്ത് ട്രെയിനിങ് ആണോ നൽകേണ്ടത് അതായിരിക്കും നൽകുക. പക്ഷെ ഡെവലപ്മെന്റ് ആകട്ടെ നമ്മളുടെ ആ തൊഴിൽ സാധ്യതയെ സംബന്ധിച്ചായിരിക്കും, അഥവാ കരിയറിനെ സംബന്ധിച്ചായിരിക്കും. ആ കരിയർ എങ്ങനെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നതായിരിക്കും ഡെവലപ്മെന്റിൽ നൽകുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിരിക്കും അവിടെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കരിയർ ഓറിയന്റഡ് പ്രോസസ്സാണ്. ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല. നമ്മളുടെ എൻറ്റയർ കരിയറിൽ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഡെവലപ്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതാണ് 5th ഡിഫറൻസ്. ട്രെയിനിങ് ഇസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ് whereas development is a career oriented process. 6th ഡിഫറൻസ് പറയുന്നത് ട്രെയിനിങ് ഇസ് ഹൈലി ടൈം ബോണ്ട് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് കരിയർ ബോണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു, ട്രെയിനിങ് ഒരു ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഷോർട്ട് ടേം പ്രോസസ്സാണ് ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് തന്നെയാണ് പറയുന്നത്. ഹൈലി ടൈം ബൗണ്ട് ആണ്, കൃത്യസമയം ഒക്കെ ഉണ്ട്, ഇന്ന നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കണം, അങ്ങനെയുള്ള ഒരു പരിപാടിക്കാണ് ട്രെയിനിങ് എന്ന് പറയുക. കൃത്യം സമയമുണ്ട്, കൃത്യം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ടൈം ബൗണ്ട് ആണ്. എന്ന് വെച്ചാൽ കൃത്യസമയനിഷ്ഠമാണ് ട്രെയിനിങ് എന്ന് പറയാം. പക്ഷേ ഡെവലപ്മെന്റിന്റെ കേസ് എടുക്കുമ്പോൾ ഡെവലപ്മെന്റ് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അത് കരിയർ ബൗണ്ട് ആണ്. ലൈക്ക് ഒരു പർട്ടിക്കുലർ ജോബോ ഒരു സമയത്തിനോ ഒന്നും ബന്ധിതമല്ല. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻറ്റയർ കരിയർ, അഥവാ എൻറ്റയർ ആ പേഴ്സന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് തന്നെ അതൊരു കരിയർ ബൗണ്ട് പ്രോസസ്സാണ്. Seventh point, training aimed at non-managerial personnel whereas development is useful in the case of managerial personnel. ട്രെയിനിങ് കൂടുതലായിട്ടും അഥവാ പരിശീലനം പ്രധാനമായിട്ടും നൽകുന്നത് ലൈക്ക് എന്ന് വെച്ചാൽ ടെക്നിക്കൽ സ്റ്റാഫിനാണ് കൂടുതലായിട്ടും ട്രെയിനിങ് നൽകുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം എങ്ങനെ ചെയ്യാം എന്ന് നോൺ മാനേജറിയൽ പൊസിഷനിലുള്ളവർക്ക്, മാനേജേഴ്സ് അല്ല, പക്ഷെ ടെക്നിക്കൽ എന്തെങ്കിലുമൊക്കെ മെഷീൻസ് ആയിട്ടും അഥവാ ടെക്നോളജി ഒക്കെ ആയിട്ടും യൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ കൂടുതൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റത്തില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ടെക്നിക്കൽ സ്റ്റാഫ്സിനാണ് കൂടുതലായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ്. പക്ഷെ ഡെവലപ്മെന്റ് ആണെങ്കിൽ അത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാനേജറിയൽ പൊസിഷനിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ മാനേജറിയൽ പേഴ്സണൽസിന് വേണ്ടിയിട്ടായിരിക്കും ഡെവലപ്മെന്റ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം മാനേജ്മെന്റ് വിഭാഗത്തിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ഡെവലപ്മെന്റ് നടത്തുക. നോൺ മാനേജറിയൽ പേഴ്സൺസിന് അഥവാ ടെക്നിക്കൽ സ്റ്റാഫിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ട് ട്രെയിനിങ് നടത്തുക. 8th പോയിന്റ്, ട്രെയിനിങ് ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ് whereas development is a wider term which includes education and training. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വൈഡ് സ്കോപ്പുള്ള സാധനം, വൈഡ് സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ അത് ഒരു വൈഡ് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും എല്ലാം ഈ ഡെവലപ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ട്രെയിനിങ്ങിന് ഒരു ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ, അധികം സ്കോപ്പില്ല, ഒരു ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ ട്രെയിനിങ്ങിന്. ഇതാണ് മെയിൻ ഡിഫറൻസ്. 8 ഡിഫറൻസ് വെച്ചു ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ്. മെയിനായിട്ട് ട്രെയിനിങ് എയിം ചെയ്യുന്നത് ഒരാളുടെ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാനുള്ള സ്കിൽസും നോളജും ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അതിന് ഒരു പർട്ടിക്കുലർ ജോബ് റിലേറ്റഡ് ആയിരിക്കും ട്രെയിനിങ് മെയിൻലി വരിക. അപ്പോൾ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് ശ്രമിക്കുക. ഒരു ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേമിലേക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ ടൈം ബൗണ്ട് ആയിട്ടായിരിക്കും ട്രെയിനിങ് നടത്തുന്നത്. ഒരാഴ്ചത്തേക്കുള്ള ട്രെയിനിങ്, അങ്ങനെ പോലെ ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് നടത്തുന്നത്. ട്രെയിനിങ് ഒരു ജോബ് ഓറിയന്റഡ് പ്രോസസ്സാണ്. ആൻഡ് ട്രെയിനിങ്
ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ, അധികം സ്കോപ്പില്ല, ലിമിറ്റഡ് സ്കോപ്പുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് നോൺ മാനേജറൽ പൊസിഷനിലേക്കുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് ട്രെയിനിങ് ആവശ്യമുള്ളത്, അഥവാ ടെക്നിക്കൽ സ്റ്റാഫിനായിരിക്കും കൂടുതലായിട്ട് ട്രെയിനിങ് ചെയ്യുന്നത്. വേറാസ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം, ഡെവലപ്മെൻറ്റ് മെയിനായിട്ട് നടത്തുന്നത് നമ്മളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അഥവാ മനോഭാവത്തെ ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓവറോൾ ആറ്റിറ്റ്യൂഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് അഥവാ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. അതുവഴി അതൊരു നമ്മളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ അതൊരു കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് ആൻഡ് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റോ നമ്മളുടെ ഓവറോൾ ഗ്രോത്തോ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു ലോങ് ടേം പ്രോസസ്സാണ്, സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇത് മെയിൻലി നടത്തുന്നത് മാനേജേഴ്സിന് വേണ്ടിയിട്ടാണ്, മാനേജറൽ പേഴ്സൺസിന് വേണ്ടിയിട്ടാണ്, അഥവാ മാനേജേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് നടത്തുന്നത്. ഈ ഡെവലപ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും എല്ലാം. ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അടുത്തതാണ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അഥവാ ആ കോൺസെപ്റ്റ് ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ട്രെയിനിങ് നമ്മൾ പഠിച്ചു, ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചു, എഡ്യൂക്കേഷൻ നമ്മൾ നോക്കിയില്ലായിരുന്നു. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണ് എഡ്യൂക്കേഷൻ. നമ്മളിപ്പം നേടുന്നതും എല്ലാം എഡ്യൂക്കേഷനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം എഡ്യൂക്കേഷൻ എന്താണെന്ന്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് കോൺസെപ്റ്റാണ്. ലൈക്ക് വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വ്യക്തിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ ലക്ഷ്യം വെക്കുന്നത്, അഥവാ എഡ്യൂക്കേഷൻ എയിംസ് അറ്റ് ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ എന്ന് പറയാം. അപ്പം എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ഇമ്പാർട്ട്സ് ക്വാളിറ്റീസ് ഓഫ് മൈൻഡ് ആൻഡ് ക്യാരക്ടർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബേസിക് പ്രിൻസിപ്പിൾ. എഡ്യൂക്കേഷൻ ഈസ് ബ്രോഡർ ദാൻ ട്രെയിനിങ്. അപ്പം പൊതുവായിട്ടുള്ള ഒരു അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടും അഥവാ ഒരു ടോട്ടൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് എഡ്യൂക്കേഷൻ നിലകൊള്ളുന്നത്. അപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം നമുക്ക് ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുന്നത് എന്ന് വെച്ചാൽ സ്കൂളിലും കോളേജിലും ഒക്കെ നൽകുന്നത് ഒരു ഫോർമൽ എഡ്യൂക്കേഷനാണ്. ആ ഫോർമൽ എഡ്യൂക്കേഷനിൽ അഥവാ ആ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറേ നിർദ്ദേശങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലൈക്ക് ട്രെയിനിങ്ങിൽ എന്താ പറയുക, ഒരു ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമേ നമ്മളെ പഠിക്കുള്ളൂ. ആ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള എന്തൊക്കെ വേണമോ അത് മാത്രം ട്രെയിനിങ്ങിൽ നമ്മളെ പഠിപ്പിക്കുള്ളൂ. ആ ജോലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ എന്തൊക്കെ വേണോ അതായിരിക്കും ട്രെയിനിങ്ങിൽ നമ്മളെ പഠിപ്പിക്കുക. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസും നോളജും ഒക്കെ എന്തൊക്കെയാണ് അങ്ങനെയായിരിക്കും പരിശീലനത്തിൽ നമ്മളെ പഠിപ്പിക്കുക. പക്ഷേ വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷനിലാണെങ്കിൽ അങ്ങനെയല്ല, ഒരു ഓവറോൾ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷനും നമ്മൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം, ലൈക്ക് എല്ലാ കാര്യങ്ങളും, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ജോബ് റിലേറ്റഡ് ആയിട്ടൊന്നുമല്ല, ലൈക്ക് ടോട്ടലായിട്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുക. അപ്പം എഡ്യൂക്കേഷൻ ഈസ് സംതിങ് തിയറിറ്റിക്കൽ ആയിട്ടായിരിക്കും എഡ്യൂക്കേഷൻ കൂടുതൽ ചെയ്യുക. ട്രെയിനിങ്ങിൽ എങ്ങനെയാണോ കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് ട്രെയിനിങ്, ലൈക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരാം. പക്ഷെ എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ച് നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ടായിരിക്കും എല്ലാം പഠിക്കേണ്ടത്. ലൈക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ലോങ് ടേം പ്രോസസ്സാണ്, അഥവാ ലൈക്ക് ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല എഡ്യൂക്കേഷൻ. അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. ലൈക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ നമ്മളുടെ ഡിഗ്രി കഴിയുമ്പോഴോ അഥവാ PG കഴിയുമ്പോഴോ ഒക്കെ തീർന്നാലും നമ്മളുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും നമ്മൾ അറിയാതെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അത് ട്രെയിനിങ്ങിനേക്കാളൊക്കെ ഒരു ബ്രോഡർ ടേമാണ്, അഥവാ ട്രെയിനിങ് ഒക്കെ അതൊരു ചെറിയ ടേമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയൊരു ടേമാണ്, അഥവാ കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ടേമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് സംതിങ് തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എഡ്യൂക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. തിയററ്റിക്കൽ നോളജാണ് എഡ്യൂക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്ക് പൊതുവായിട്ടുള്ള നേടിയെടുക്കുന്ന അറിവുകളും ആ ടോട്ടൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് എഡ്യൂക്കേഷനിൽ വരിക. എഡ്യൂക്കേഷൻ സ്കൂളുകളിലും കോളേജിലും വെച്ചൊന്നും തീരുന്നില്ല, അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്.
എഡ്യൂക്കേഷനിൽ മെയിൻലി തിയറട്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ട്രെയിനിങ്ങിലൊക്കെ കുറച്ചൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. പക്ഷേ എഡ്യൂക്കേഷനിൽ തിയറട്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതലായിട്ട് ലഭിക്കുക. ആൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കും. പക്ഷേ എഡ്യൂക്കേഷൻ അങ്ങനെ ജോബ് ഓറിയൻറ്റഡോ അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ബേസിക് ആയിട്ട് ജനറൽ ആയിട്ടായിരിക്കും എഡ്യൂക്കേഷൻ പോകുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ എല്ലാ ആസ്പെക്റ്റിലും ഡെവലപ്പ് ചെയ്യുന്നതാണ്, അഥവാ എല്ലാ ആസ്പെക്റ്റിലും വളർച്ച ഉറപ്പാക്കുന്നതാണ് ഡെവലപ്മെന്റിലൂടെ പറയുക. ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ടാണ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും എല്ലാം. ഡെവലപ്മെന്റ് ഒരു ബ്രോഡർ ടേമാണ്, അഥവാ ഒരു വലിയ ടേമാണ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ടാണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുക. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, ഡെവലപ്മെന്റ് 3 കോൺസെപ്റ്റ്. ജസ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോബ് ഓറിയന്റഡ് ആയിരിക്കും. ആ ജോബിന് വേണ്ടിയിട്ടുള്ള മാത്രം കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക. ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും നോളജും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് പറയുക. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആളെ സമഗ്രമായിട്ട് വികസിപ്പിക്കാൻ, അഥവാ ഒരാളുടെ ടോട്ടൽ ഡെവലപ്മെന്റ്, ലൈക്ക് മൈൻഡ്, ബോഡി, സോൾ എല്ലാം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഒരു ബ്രോഡർ ടേം ആണ് ദാൻ ട്രെയിനിങ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇൻ ഓൾ റെസ്പെക്ട്സിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കുന്നത്. ഡെവലപ്മെന്റിൽ വരുന്ന ഒരു പാർട്ടാണ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും എല്ലാം. അപ്പം തിയറിറ്റിക്കൽ നോളജ് ആയിരിക്കും എഡ്യൂക്കേഷനിൽ കൂടുതൽ ഉണ്ടാവുക. പ്രാക്ടിക്കൽ നോളജ്, പ്രാക്ടിക്കലായിട്ട് നമ്മളെ ഇംപ്രൂവ് ചെയ്യുക, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് നമുക്ക് നൽകുകയായിരിക്കും ട്രെയിനിങ്ങും ഡെവലപ്മെന്റിലൊക്കെ ചെയ്യുക. അതായിരിക്കും അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. ട്രെയിനിങ് നമ്മൾ പഠിച്ചു. ട്രെയിനിങ് എന്താണ്? ഒരു ജോബ് ഓറിയന്റഡ് ആണ്, അതൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസ് എല്ലാം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ട്രെയിനിങ്ങിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ട്രെയിനിങ് കൊടുക്കുന്നത് കുറേ മെത്തേഡ്സ്, അഥവാ പരിശീലന രീതികൾ, പലതരം പരിശീലന രീതികളുണ്ട്. അപ്പോൾ ട്രെയിനിങ് മെത്തേഡ്സിനെ ബ്രോഡായിട്ട് 2ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ട്രെയിനിങ് മെത്തേഡ്സിനെ ബ്രോഡായിട്ട് 2ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും രണ്ടാമത്തെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ട്രെയിനിങ് മെത്തേഡ്സിനെ അഥവാ പരിശീലന രീതികളെ ബ്രോഡ്ലി നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് സെക്കൻഡ് വൺ ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ജോബ് എന്ന് വെച്ചാൽ ജോലി സ്ഥലത്ത് തന്നെ പരിശീലനം നൽകുന്നതിനാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് പറയുക. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തിന് പുറത്ത് പരിശീലനം നൽകുന്നതിന്. എന്നുവെച്ചാൽ ഒരു ജോലി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പരിശീലനം നൽകുന്നതാണ് ഓൺ ദ ജോബ്. എന്നുവെച്ചാൽ ജോലി സ്ഥലത്ത് തന്നെ ആയിരിക്കും പരിശീലനം നൽകുന്നത്, ജോലിക്കൊപ്പമായിരിക്കും. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തിന് പുറത്തായിരിക്കും പരിശീലനം നൽകുന്നത്. ലൈക്ക് ജോലി ആ സമയത്ത് ഉണ്ടാകത്തില്ല, പരിശീലനം മാത്രം അഥവാ ട്രെയിനിങ് മാത്രമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ലൈക്ക് നമ്മൾ പറയുന്നത്, ഓൺ ദ ജോബ് ട്രെയിനിങ് നമ്മൾ പറയുക ലേണിംഗ് വൈൽ ഡൂയിങ് എന്നാണ്. എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ട് ചെയ്യുക, അഥവാ ലേണിംഗ് വൈൽ ഡൂയിങ്, ലൈക്ക് ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് പറയാം ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലെ. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്. ചെയ്യുന്നതിന് മുൻപ് കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ചെയ്യുക, അങ്ങനെ പോലെ. ലൈക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്, ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ. കാരണം ആ ജോലിക്കൊപ്പമായിരിക്കും പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്. നമ്മൾ ചെയ്യുന്നതിന് മുൻപ്, ഒരു കാര്യമൊക്കെ ചെയ്യുന്നതിന്, ഒരു വർക്ക് ചെയ്യുന്നതിന് മുൻപ് പഠിക്കുന്നതിനെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുക. അപ്പം ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ജോലി സ്ഥലത്ത് തന്നെയായിരിക്കും പരിശീലനം. ആ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജോലി ചെയ്തുകൊണ്ട് തന്നെ, ഇപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരുവാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ ആ സമയത്ത് തന്നെ നമുക്കിങ്ങനെ പറഞ്ഞു തന്ന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പഠനമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരിക. അപ്പം എംപ്ലോയീസിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പരിശീലന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. കാരണം ആ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ, കാരണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം നമ്മളോട് പറയുക ഇത് ഇങ്ങനെ ചെയ്താലാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ പറഞ്ഞ് നമ്മളുടെ ഒപ്പം തന്നെ നിന്ന്, എന്ന് വെച്ചാൽ ജോലി സ്ഥലത്ത് തന്നെ നിന്നുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പഠനമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അപ്പം എംപ്ലോയീസിന് ജോലി സ്ഥലത്ത് തന്നെ നിന്ന് ഒരു സുപ്പീരിയറോ അല്ലവ ഒരു സൂപ്പർവൈസറിൻ്റെ ഒക്കെ കീഴിൽ ജോലി ചെയ്ത് പഠിക്കാനുള്ള
അവസരമാണ് നൽകുന്നത്. എന്നുവെച്ചാൽ ജോലിക്കൊപ്പം പരിശീലനം അഥവാ ട്രെയിനിങ്ങൂടെ ലഭിക്കുകയാണ് അവിടെ. അപ്പം കമ്പാരിറ്റീവ്ലി ഒരു ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ജോലികൾക്കാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് കൂടുതലായിട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ അവിടെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കൂടുതലായിട്ടും ലൈക്ക് മെഷീൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ മെയിൻലി വരിക ജോലിക്കൊപ്പമുള്ള ട്രെയിനിങ് ആണ്. ലേണിംഗ് വൈൽ ഡൂയിങ് ആണ് അവിടെ വരിക. അപ്പോൾ ജോലി സ്ഥലത്ത് തന്നെയായിരിക്കും ട്രെയിനിങ് നൽകുക. അവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പഠനമാണ് നൽകുക. ലൈക്ക് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൂപ്പർവൈസർ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഒരു പ്രാക്ടിക്കൽ നോളജ് തരും. അതുകൊണ്ട് തന്നെ അതൊരു ബെസ്റ്റ് വേ ആണ്. കാരണം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് അങ്ങനെ നമുക്ക് ട്രെയിനിങ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓൺ ദ ജോബ് ട്രെയിനിങ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക ലൈക്ക് ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിംഗ് കൊണ്ട് ആ ജോലി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികൾക്കായിരിക്കും കൂടുതലായിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് നടത്തുക. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് തന്നെ എന്നുവെച്ചാൽ ട്രെയിനിങ് മെത്തേഡ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് വരുന്ന വേറെ 4 മെത്തേഡ്സ് ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് വരുന്നത്. അതാണ് അപ്രന്റീസ്ഷിപ്പ് മെത്തേഡ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, ജോബ് റൊട്ടേഷൻ. ഈ 4 മെത്തേഡ്സ് ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന മെത്തേഡ്സ്. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ. ഇത് 4 ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന പ്രോഗ്രാംസ്. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിലാകട്ടെ, ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തിന് പുറത്ത് വെച്ചുള്ള ട്രെയിനിങ് അഥവാ പരിശീലനം നൽകുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് ചെയ്യുന്നത് ലൈക്ക് ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്. അപ്പം ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് പഠിക്കുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ പറയുക. അപ്പം യഥാർത്ഥ ജോലി സ്ഥലത്ത് അല്ലായിരിക്കും ട്രെയിനിങ് നടത്തുന്നത്. ജോലി സ്ഥലത്തിന് പുറത്ത് എവിടെയെങ്കിലും വെച്ചായിരിക്കും എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈക്ക് ഈ ജോലി ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് ഈ ജോലിയും തീർക്കണം, ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. അപ്പം ഭയങ്കര ഒരു പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ജോലി തീർത്ത് വെച്ചിരിക്കണം എന്നുണ്ട്, അതുപോലെ തന്നെ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. അപ്പം ട്രെയിനിങ്ങിന്റെ സമയത്ത് ജോലിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നതും ജോലി ഇടയ്ക്ക് ചെയ്യാനൊക്കെ നോക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിനാണ് അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ജോലിയുടേതായ ഒരു പ്രഷറും ഇല്ല. കാരണം ജോലി വേറെയാണ്, ട്രെയിനിങ് വേറെയാണ്. അപ്പോൾ ട്രെയിനിങ്ങിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിയുടെ പ്രഷറൊന്നും ഉണ്ടാവുകയില്ല. അപ്പം അവർക്ക് ട്രെയിനിങ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ട്രെയിനിങ് മാത്രമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ജോലി സ്ഥലത്തിന് പുറത്തായിരിക്കും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ ട്രെയിനിങ് കൊടുക്കുക. അപ്പം ജോലി തീർക്കേണ്ടതിൻ്റെതായുള്ള ടെൻഷനോ പ്രഷറോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം അവരുടെ ശ്രദ്ധ എന്തിലായിരിക്കും? കൂടുതലായിട്ട് ട്രെയിനിങ്ങിൽ തന്നെയായിരിക്കും. അഥവാ ജോബിനെ കുറിച്ചൊന്നും ആയിരിക്കത്തില്ല അവരുടെ കോൺസെൻട്രേഷൻ. അതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ പറയുക. ലേണിംഗ് ബിഫോർ ഡൂയിങ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ പഠിക്കുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരിക. അതിൻ്റെ മെയിൻലി ഉള്ള മെത്തേഡ്സ് ആണ് ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്, ഫിലിം ഷോസ്, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഇതൊക്കെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരിക. അപ്പം ട്രെയിനിങ്ങിൽ 2 മെത്തേഡ്സ് ഉണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് വൈൽ ഡൂയിങ്, ഒരു കാര്യം ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരിക. അത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പഠനമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നമുക്ക് നൽകുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് ആവട്ടെ ജോലി സ്ഥലത്തിന് പുറത്തുള്ള പരിശീലനമായിരിക്കും. അവിടെ നമുക്ക് ലേണിംഗ് ബിഫോർ ഡൂയിങ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവിടെ ഈ ജോബും ട്രെയിനിങ്ങും രണ്ടും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ദിവസങ്ങളിൽ നമുക്ക് ജോലി ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ ജോലിയുടേതായിട്ടുള്ള ഒരു പ്രഷറും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ. ഇതാണ് മെയിൻലി ട്രെയിനിങ്ങിൻ്റെ 2 മെത്തേഡ്സ്.